ക്രൈസ്തലോ ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 143 സങ്കീർത്തനത്തില് സംഗീതക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. സ്തോത്രം. നമ്മൾ നടക്കേണ്ടുന്ന വഴി അറിയിക്കുന്നവനായ ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ നടക്കേണ്ടുന്ന വഴി നമ്മുടെ വഴികളല്ല. സ്തോത്രം. ദൈവത്തിന്റെ വഴിയാണ് നാം യാത്ര ചെയ്യേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവം കാണിച്ചു തരുന്ന വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നതും നമ്മൾ പോകുന്നതെല്ലാം അനുഗ്രഹമായ ഒരു കാര്യത്തിലേക്കാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ദാവീദ് പറയുന്നു, ദാവീദിന്റെ ഹൃദയത്തിൽ തട്ടി പറയുകയാണ്: ദൈവമേ, അങ്ങയുടെ വഴി എന്നെ കാണിച്ചു നൽകണം. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദിന് അറിയാം, സ്വന്തം ഇഷ്ടപ്രകാരം താൻ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലത്തെയൊക്കെ വിട്ടുമാറിയിട്ട് താനൊരു ദൈവവേദനായി തീർന്നപ്പോൾ, ദൈവത്തോട് ചേർന്ന് താൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, തൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് താൻ പ്രാധാന്യം കൊടുക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവ വഴിയെ നടക്കുവാൻ, ദൈവം കാണിക്കുന്ന വിധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പോകുന്ന ഇടങ്ങളെല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. ആകയാൽ ആ ദൈവത്തിന്റെ പാതയിൽ നടക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതേ 23 സങ്കീർത്തനത്തില് ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്: അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ദൈവം നമ്മെ നടത്തുന്ന വഴികൾ സ്വസ്ഥതയുടെ വഴികളാണ്. ഇളകിമറിഞ്ഞ സാഹചര്യത്തിൽ ദൈവം നമ്മെ സ്വസ്ഥതയിലേക്ക് നടത്തുമ്പോൾ ഈ പകൽക്കാലം ആ സ്വസ്ഥതയിൽ എത്തപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.